ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറ്ററേച്ചർ കോർണർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഔവയാറിൻ്റെ വാട്ട് ഹീ സെഡ് എന്നൊരു മനോഹരമായ പോയാണ്. അപ്പോൾ നമുക്ക് ഈ പോയത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഈ കവിതയുടെ ഓഥർ എന്ന് പറയുന്നത് ഔവയാറാണ്. ഔവയാർ എന്ന് പറഞ്ഞ ഒരാളുടെ ഒറിജിനൽ നെയിം അല്ല. ഔവയാറിൻ്റെ അർത്ഥം റെസ്പെക്റ്റഡ് ഗുഡ് വുമൺ, സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന സ്ത്രീ എന്നാണ് അർത്ഥം. ഇതിലെ കവിയുടെ പേര് അൺനോൺ ആണ്. തമിഴിലെ പുരാതന ചെറുകവിതകളുടെ സമാഹാരമായിട്ടുള്ള കുറുന്തോക്കയുടെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള വാട്ട് ഹി സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിത. ഈ കവിതയുടെ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് ലവ് ആൻഡ് സെപ്പറേഷൻ എന്ന് വെച്ചാൽ പ്രണയവും വേർപിരിയലുമാണ് മെയിൻ തീമായിട്ട് വരുന്നത്. സംഘം ലിറ്ററേച്ചർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അകവും രണ്ടാമത്തെ പുറം. അകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലവ്, റൊമാൻസ് അങ്ങനെയുള്ള പേഴ്സണൽ ഫീലിങ്സിനെയാണ്. പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വാറ്, വാരിയർ അങ്ങനെയുള്ള ഔട്ടർ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഈ കവിത ഒരു സ്വതന്ത്രമായ രീതിയിൽ ഫ്രീ സ്ട്രക്ചറിലാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഉള്ളിൽ ആഴത്തിലുള്ള വികാരങ്ങളെയും അതുപോലെ സ്ട്രഗിൾസിനെയൊക്കെ പുറത്ത് കാണിക്കാൻ ഈ ഒരു ശൈലി ഫ്രീ സ്ട്രക്ചർ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കാം. ഡിഡ് ഐ നോട്ട് തിങ്ക് ഓഫ് യു ആൻഡ് തിങ്കിങ് ഓഫ് യു ഡോണ്ട് ഐ നോട്ട് തിങ്ക് ആൻഡ് തിങ്ക് അഗെയിൻ ഓഫ് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കവി പറയുന്നത് എന്താ വെച്ചെങ്കിൽ, ഞാൻ നിന്നെ പറ്റി ചിന്തിച്ചില്ലേ, വീണ്ടും വീണ്ടും നിന്നെ തന്നെ ചിന്തിച്ചിരിക്കുകയല്ലേ എന്ന് വെച്ചാൽ കവിക്ക് അത്രയും പ്രിയപ്പെട്ട ആരെയോ പറ്റി കവി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെക്കുറിച്ചുള്ള ആ ചിന്ത കവിയുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ വരികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെക്സ്റ്റ് ലൈൻ, ഈവൺ ആസ് ഐ തോട്ട് ഓഫ് യു വാസ് ഐ നോട്ട് ബാഫിൾഡ് ബൈ ദ വേർഡ്സ് ഡിമാൻഡ് ദാറ്റ് ഹെൽപ് മീ ടു മൈ വർക്ക്. ഇവിടെ സ്നേഹിക്കുന്ന ആളെ പറ്റിയിട്ടുള്ള ചിന്തകൾ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിലും കവിയുടെ പുറം ലോകത്തെ ആവശ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും കവിയുടെ ജോലികളിൽ തന്നെ പിടിച്ചിടുകയാണ്, തളച്ചിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ കവി തൻ്റെ സ്വന്തം കടമകളെയും എന്നാൽ പേഴ്സണലായിട്ടുള്ള ഫീലിങ്സിനെയും ഈക്വലായിട്ട് നിർത്താൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ലൈൻ, ടിൽ ഐ വിഷ് ഐ വർ ഹിയർ ടു സീ മൈ പാഷൻ ദിസ് ഫ്ലഡ് ഓഫ് ഡിസയർ ദാറ്റ് വൺസ് ഫ്ലഡഡ് ദ ബ്രാഞ്ച് ഓഫ് ദ ടോൾ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലഡ് ഓഫ് ഡിസയർ എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. നെക്സ്റ്റ് ലൈൻ, വുഡ് ടിൽ ഐ ക്യാൻ ബെൻഡ് ആൻഡ് സ്കൂപ്പ് എ ഡ്രിങ്ക് ഓഫ് വാട്ടർ വിത്ത് മൈ ഹാൻഡ്സ് എന്ന് വെച്ചാൽ മുന്നേ പറഞ്ഞ വലിയ പ്രളയം മാറിയിട്ട് അവസാനം പ്രണയത്തെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരാഗ്രഹത്തിലേക്ക് മാറുകയാണ്. കൈക്കുമ്പിളിൽ ഒത്തിരി വെള്ളം കോരിയെടുക്കുന്നത് പോലെ ഒരു ആർഭാടും ഇല്ലാതെ വളരെ വിനയത്തോടെ പ്രണയത്തിനെ അനുഭവിക്കാനാണ് കവി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പ്രണയത്തിനെ അതിൻ്റെ പവിത്രമായ രൂപത്തിൽ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇവിടെ പറയണത്. ഇതോടെ നമ്മുടെ കവിത ലൈൻ ബൈ ലൈൻ നോക്കൽ കഴിഞ്ഞു. ഇനി ഇതിലെ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ആൻഡ് കീ തീംസാണ് പറയണത്. ഈ കവിതയിലുടനീളം ഇതിൻ്റെ കവിതയുടെ തീം എന്ന് പറയുന്നത് പ്രണയവും പിന്നെ നമ്മുടെ കടമകളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഈ കവിതയുടെ മെയിൻ തീം എന്ന് പറയുന്നത്. മനസ്സ് മുഴുവനും പ്രണയിക്കുന്ന ആളെ കൂടെ ഇരിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിലും ജോലി ഉത്തരവാദിത്വം കാരണം കവിക്ക് അങ്ങോട്ട് പോകാൻ കഴിയാതിരിക്കുകയാണ്. പ്രണയത്തിന് ഒരാളെ എത്രത്തോളം കീഴ്പ്പെടുത്താൻ കഴിയുന്നും അത് എത്രത്തോളം ശക്തമാണെന്നാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു കീ മെറ്റഫറാണ് ഫ്ലഡ് ഓഫ് ഡിസയർ എന്ന് പറയുന്നത്. പ്രളയത്തിൽ എല്ലാത്തിനെയും ഒഴുക്കിക്കൊണ്ടുവന്ന പോലെ തൻ്റെ വികാരങ്ങളെ തനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്.